आम्रबर का अर्थ അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക്. तो क्या तुम्हारे पास की डार पर खिली तुम्हारे कंधों पर झुकी वो आम की ताज़ी कुवारी तुर्श मंजरी में ही थी और तुमने मुझसे ही मेरी मांग भरी थी. ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞ വരികളാണ് അല്ലേ. അതായത് ആ മാമ്പൂക്കൾ സ്വയം രാധ തന്നെയാണെന്ന് രാധ പറയുന്നൊരു ഭാഗമാണത് അല്ലേ. ആ മാമ്പൂക്കൾ തന്നെയാണ് നീ എൻ്റെ നെറുകയിൽ ചാർത്തിയതും എന്ന് രാധ പറയുന്നു. അപ്പോൾ എന്നെപ്പോലെ തന്നെ താസി കുവാരി തുർഷ് മഞ്ജരി തൂനെ मेरे माथे पर लगा दी. इसका अर्थ है वो തുർഷ് മഞ്ജരി जो है वो मैं ही है എന്ന് രാധ പറയുന്നു. അത് ഇന്നലെ പറഞ്ഞ വരികളാണ്. यह क्यों मेरे प्रिय, क्या इसलिए कि तुमने बार बार यह कहा है कि तुम अपने लिए नहीं मेरे लिए मुझे प्यार करते हो. और क्या तुम इसी का प्रमाण दे रहे थे जब तुम मेरे ही निजत्व को मेरे ही आंतरिक अर्थ को मेरी मांग में भर रहे थे. കണ്ണനോട് രാധ ചോദിക്കുന്നു, ക്യോം മേരെ പ്രിയ, എന്തുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവനെ, ക്യോം എന്തുകൊണ്ടാണ് ഇങ്ങനെ, ക്യാ ഇസ്ലിയെ കി തുമ്നെ ബാർ ബാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ, എങ്ങനെ എന്നുള്ളതാണ്. അതായത് എന്നെ പ്രതിനിധാനം ചെയ്യുന്ന ആ മാമ്പൂക്കൾ അത് എൻ്റെ നെറുകയിൽ തന്നെ ചാർത്തി തരുന്നു. അപ്പോൾ ആ മാമ്പൂക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ തന്നെയാണ്. ആ മാമ്പൂക്കൾ തന്നെ എൻ്റെ നെറുകയിൽ തന്നെ ചാർത്തുന്നത് കൊണ്ട് നീ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്നു രാധ. എന്നിട്ട് അതിൻ്റെ മറുപടിയും രാധ തന്നെ പറയുന്നു. കി തുമ്നെ ബാർ ബാർ കഹാ ഹേ, കണ്ണൻ പലപ്പോഴും രാധയോട് പറഞ്ഞിട്ടുണ്ട്. കി തും അപ്നെ ലിയെ നഹി മേരെ ലിയെ മുझे പ്യാർ കർത്തെ ഹോ. കണ്ണൻ രാധയെ സ്നേഹിക്കുന്നത് കണ്ണന് വേണ്ടിയല്ല, മറിച്ച് രാധയ്ക്ക് വേണ്ടിയാണ്. രാധയ്ക്ക് സമ്പൂർണത പ്രദാൻ करने के लिए ही വേ രാധാസെ പ്രേം കർത്തി ഹെ. രാധയെ പൂർണ്ണയാക്കാനാണ്, അവളെ കംപ്ലീറ്റ് ആക്കാനാണ്. കണ്ണൻ്റെ പ്രണയമില്ലാതെ രാധ പൂർണ്ണയാകില്ല എന്ന കണ്ണൻ്റെ വിശ്വാസമാണ്. അപ്പോൾ രാധ സമ്പൂർണ്ണയാകണമെങ്കിൽ, പൂർണ്ണമാകണമെങ്കിൽ രാധയ്ക്കൊപ്പം കണ്ണൻ്റെ പ്രണയം ഉണ്ടാകണം. അതായത് രാധയെ പൂർണ്ണയാക്കാൻ വേണ്ടിയിട്ടാണ് രാധയെ കണ്ണൻ പ്രണയിക്കുന്നത്. മേരെ ലിയെ മുझे പ്യാർ കർത്തെ ഹോ, എനിക്ക് വേണ്ടിയാണ് നീ എന്നെ പ്രണയിക്കുന്നതെന്ന് നീ തന്നെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, എന്നെ കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടി. और क्या तुम इसी का प्रमाण दे रहे थे, അതിൻ്റെ തെളിവാണോ നീ തന്നുപോയത്. പ്രമാൺ ദേന എന്ന് പറഞ്ഞാൽ സബൂത് ദേന, അല്ലെങ്കിൽ അതിനുള്ള തെളിവ് തന്നു പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തെളിവാണോ നീ കൊഴിച്ചുപോയ മാമ്പൂക്കൾ. ജബ് തും മേരെ ഹി നിജത്വക്കോ, നിജത്വം എന്ന് പറഞ്ഞാൽ അപ്നാപ്പൻ എന്നാണ്, എൻ്റെ തന്നെ അസ്തിത്വം. മേരെ ഹി ആന്തരികാർത്ഥ്, എൻ്റെ തന്നെ ആന്തരികമായ അർത്ഥത്തെ, അതായത് എൻ്റെ തന്നെ ആത്മസത്തയെ മേരി മാങ്കുമേ ഭർ രഹേ ഥേ, എൻ്റെ തന്നെ ആത്മസത്തയെ, എന്നെ തന്നെ ഉപയോഗിച്ച് നീ എൻ്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തി. അപ്പോൾ അതാണോ അതിൻ്റെ നീ ഉദ്ദേശിച്ച അർത്ഥം എന്ന് രാധ ചോദിക്കുന്നു. ക്യാ യഹ് ഇസീ കാ പ്രമാണ ഹെ, അപ്പോൾ എന്നെ സമ്പൂർണ്ണയാക്കാൻ എന്നെ തന്നെ നീ ഉപയോഗിച്ചതാണോ എന്ന് രാധ ചോദിക്കുന്നു. ജബ് തും മേരെ ഹി നിജത്വ കോ मेरे ही आंतरिक अर्थ को मेरे मांग में भर रहे थे. और जब तुमने कहा कि माथे पर पल्ला डालो तो क्या तुम चिंता रहे थे कि अपने इसी निजत्व को अपने आंतरिक अर्थ को मैं सदा मर्यादित रखूं, रसमय और पवित्र रखूं, नववधू की भांति. അപ്പോൾ കണ്ണൻ രാധയോട് തുമ്നെ കഹാ, രാധയോട് കണ്ണൻ പറഞ്ഞു മാഥേ പർ പല്ലാ ഡാൽഡോ. അപ്പോൾ കണ്ണൻ ചാർത്തിക്കൊടുത്ത, നെറുകയിൽ ചാർത്തിക്കൊടുത്ത ആ സിന്ദൂരക്കുറി, സിന്ദൂര തിലകം, അതായത് ആ മാമ്പൂക്കൾ കൊണ്ട് വരച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ സിന്ദൂരക്കുറി, ഉസ്പേർ മാധേ പർ പല്ലാ ഡാലോ, അതിനെ മറയ്ക്കാനാണ്. അത് ഭാരതീയ സ്ത്രീകളുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് പറയുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് പറയുന്നു. നവവധുക്കൾ എന്താ പറയുക, ഹിന്ദു കൾച്ചർ അനുസരിച്ചിട്ട് അല്ലേ, ആ സിന്ദൂരക്കുറി ഇടുന്നു. അതിനുശേഷം അത് വെച്ചിട്ട് അപ്നാ ചെഹറ ഉസേ माथे पर पल्ला डाल देता है और उसे अपने चेहरे को वे लोग क्या करते हैं, धक्का लेते हैं अल्ले. അപ്പോൾ മാഥേ पर पल्ला डालो, മാഥേ पर पल्ला डालो, നിൻ്റെ നെറുകയിൽ നീ നിൻ്റെ ആ എന്താ പറയുക മൂടുപടം വലിച്ചിടൂ എന്ന് കണ്ണൻ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. तो क्या तुम चिंता रहे थे, क्या तुझे चिंता हो रही थी, നിനക്ക് कुछ चिंता हो रहे थे कि अपने इसी निजत्व को अपने आंतरिक अर्थ को मैं सदा मर्यादित रखूं. എൻ്റെ ഈ അസ്തിത്വത്തെ, അതാണ് നെറുകയിൽ ചാർത്തിയതെന്ന് രാധ വിശ്വസിക്കുന്നത്.
അല്ലെങ്കിൽ മേരി ആന്തരിക് അർത്ഥക്കോ, രാധ എന്ന ആ ഒരു സങ്കല്പത്തെ, എൻ്റെ സമ്പൂർണതയെ, അത് നീ ഈ നെറുകയിൽ ചാർത്തിയ ആ കുറിയിലൂടെ നീ തെളിയിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഉസെ മര്യാദാക്കെ ബന്ധൻമേ സംജോയെ രഖനാ ഹെ. നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് അതിനെ ഒന്ന് മൂടി വെക്കുക. കിസ്കെ സമാൻ? നവവധൂക്കെ സമാൻ. നവവധുക്കൾ ചെയ്യുന്നത് പോലെ, നവവധൂക്കി ഭാന്തി എന്ന് പറഞ്ഞാൽ നവവധുവോക്കെ സമാൻ. നവവധുക്കൾ ചെയ്യുന്നത് പോലെ മേസെ മര്യാദിത് രഖൂം, രസമയ और പവിത്ര രഖൂം. അപ്പോൾ ഞാനതിനെ പവിത്രമായി സൂക്ഷിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ കണ്ണ? അതിനാണോ നീ എന്നോട് പറഞ്ഞത് എന്ത് ചെയ്യാൻ? അത് മറച്ചു വയ്ക്കാൻ. ആ സിന്ദൂര തിലകം ചാർത്തിയ ശേഷം എൻ്റെ മുഖം മറച്ചു വയ്ക്കാൻ നീ പറഞ്ഞതും അതുകൊണ്ടാണോ? പല്ലേസെ മാധേ പർ പല്ല ഡാൽനേക്കെ ബാദ് അല്ലേ? അപ്പോൾ ആ എന്താ പറയുക, ധാവണിയുടെ മുന്താണി പിടിച്ചതിനെ മറയ്ക്കാൻ എന്നോട് ആവശ്യപ്പെട്ടതും അതിനു വേണ്ടിയായിരുന്നുവോ? हाय मैं सच कहती हूँ, मैं इसे नहीं समझी, बिल्कुल नहीं समझी. ये सारे संसार से पृथक पद्धति का जो तुम्हारा प्यार है ना, इसकी भाषा समझ पाना क्या इतना सरल है? जिस पर मैं बावरी जो तुम्हारे पीछे साधारण भाषा भी इस हद तक भूल गई हूँ. ഹായ് മേ സച്ച് കഥ. ഹായ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഷ്ടം തന്നെ എന്നുള്ളതാണ്. കിത്തന കഷ്ടപൂർണ്ണ ഹേ, എന്തൊരു കഷ്ടമാണ്, ഞാനത് മനസ്സിലാക്കിയില്ലല്ലോ. മേ സച്ച് കഹത്തി ഹൂം, ഞാൻ സത്യമാണ് പറയുന്നത്. മേ സെ നഹി സംജി, മേ നഹി സംജി, ബിൽക്കുൽ നഹി സംജി. കണ്ണൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചതേയില്ല. കണ്ണൻ ഉദ്ദേശിച്ചത് എന്താണ്? രാധ സമ്പൂർണയായിരിക്കണം, മര്യാദാക്കെ ബന്ധൻ മേ രഹനാ ഹെ. ഒരു ഭാരതീയ സ്ത്രീയുടെ എല്ലാ ഭാവശുദ്ധിയോടും വിശുദ്ധിയോടും കൂടി അവൾ ഇരിക്കണം എന്നാഗ്രഹിച്ചു. അതുകൊണ്ട് എൻ്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തുകയും എന്നെ വിവാഹിതയാക്കുകയും പിന്നെ എൻ്റെ ധാവണി കൊണ്ട് എൻ്റെ മുഖം മറയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഒക്കെ ചെയ്തത് കണ്ണൻ മുझे സമ്പൂർണ്ണ ബനാനേക്കിലെ, ഒരു പെൺകുട്ടി എന്ന നിലയിൽ എന്നെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനാണ്. അപ്പോൾ കുവാരി എന്ന ആ ഒരു നിലയിൽ നിന്ന് എന്നെ വിവാഹിത എന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ, എന്നെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ചെയ്തതാണ് അതൊക്കെ എന്ന് എനിക്ക് മനസ്സിലാക്കാതെ പോയി. मैं नहीं समझी, എനിക്കത് മനസ്സിലാക്കാനേ കഴിഞ്ഞില്ല. ये सारे संसार से पृथक पद्धति का जो तुम्हारा प्यार है ना, इसकी भाषा समझ पाना क्या इतना सरल है? इस सारे संसार से पृथक पद्धति है तुम्हारा. ഈ സമ്പൂർണമായ ലോകം, ഈ ലോകം മുഴുവനും പൃഥക് എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്പറേറ്റ് ആയിട്ടെന്നാണ്, അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന പദ്ധതികളാണ് നിൻ്റേത്. അതായത് ഈ ലോകത്ത്, ഇഹലോകത്തെ ഒരാൾക്കും പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ നടപ്പിലാക്കാനോ സാധിക്കാത്ത വിധമുള്ള വളരെ യുണീക്കായിട്ടുള്ള പദ്ധതികളാണ് കണ്ണൻ്റേത്. കാരണം കണ്ണൻ ഒരു സാധാരണ മനുഷ്യനല്ല എന്നത് തന്നെ. കണ്ണൻ്റെ ആ ദിവ്യത്വമാണ് കണ്ണനെ കൊണ്ടത് ചെയ്യിക്കുന്നത്. അതായത് ഒരു സാധാരണ മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നാണ് രാധ പറയുന്നത്. ഈ സാരേ സംസാർ സേ പൃഥക് പദ്ധതി ഹെ, പൂരി ദുനിയാ മേ കോയി ऐसा नहीं कर सकता. കണ്ണനെ പോലെ എന്നെ സ്നേഹിക്കാനോ ഇത്രയും കെയർ ചെയ്യാനോ എൻ്റെ കാര്യങ്ങൾ ചിന്തിക്കാനോ കണ്ണനെ പോലെ മറ്റാർക്കും കഴിയില്ല. ഉസേ പൃഥക് പദ്ധതി ഹെ കൃഷ്ണ കാ ജോ തുമാരാ പ്യാർ ഹെ. വളരെ സ്പെഷ്യലാണ് കണ്ണൻ്റെ സ്നേഹം. തുമാരാ പ്യാർ പൃഥക് ഹെ, വേറിട്ട ഒന്നാണ്, വളരെ എന്താ പറയുക, യുണീക്കായിട്ടുള്ള ഒന്നാണ് കണ്ണൻ്റെ സ്നേഹം. ഈ ഭൂമിയിൽ ആർക്കും ആരെയും ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല. അതാണ് സാരേ സംസാർ സേ പൃഥക് ഹെ കൃഷ്ണ കാ പ്യാർ. കണ്ണൻ്റെ സ്നേഹം ഈ ഭൂമിയിൽ ആർക്കും ആരെയും സ്നേഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒന്നാണ്. ഇസ്കി ഭാഷ സമജ് പാനാ ഭി ക്യാ സരൾ ഹെ. അങ്ങനെയുള്ളൊരു സ്നേഹം, അതിൻ്റെ ഭാഷ, അതിൻ്റെ ലിപി, അത് മനസ്സിലാക്കുക അത്ര എളുപ്പമാണോ? ഒരു സാധാരണ പ്രണയമല്ലല്ലോ കണ്ണൻ എന്നോട് ഉള്ളത്. ഇസ്ലിയെ ഇസ്കി ഭാഷ സമജ് പാനാ ക്യാ ഇത്തനാ സരൾ ഹെ. അതുകൊണ്ട് തന്നെ കണ്ണൻ്റെ സ്നേഹം, അതിൻ്റെ ഭാഷ, അതിൻ്റെ ലിപി, അതിൻ്റെ സ്വഭാവം, അത് കണ്ണൻ എക്സ്പ്രസ് ചെയ്യുന്ന രീതി, അതിൻ്റെ വ്യാഖ്യാനം, അതൊന്നും മനസ്സിലാക്കിയെടുക്കുക അത്ര എളുപ്പമല്ല. ജിസ് പർ മേ ബാവരി, വെറും കേവലം ഒരു പൊട്ടിപ്പെണ്ണായ ഞാൻ അത് മനസ്സിലാക്കാതെ ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നു എന്നാണ് രാധ പറയുന്നത്. അപ്പോൾ മേ ബാവരി എന്ന് പറഞ്ഞാൽ ബാവലി എന്ന് തന്നെയാണ്. ബാവരി ജോ തുമാരെ പീछे സാധാരണ ഭാഷ ഭി ഇസ് ഹദ് തക് ഭൂൽ ഗയി ഹൂം. ഞാൻ ഒരു സാധാരണ പെൺകുട്ടിക്കുള്ള ബോധം പോലും ഉള്ള പെൺകുട്ടിയല്ല എന്നാണ് രാധ പറയുന്നത്. സാധാരണ ഭാഷ ഭി ഭൂൽ ഗയി ഹൂം. ഇതിൻ്റെയൊക്കെ ഒരു നോർമൽ മീനിങ് പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കണ്ണ.
അങ്ങനെയുള്ള ഞാൻ എന്ന് വെച്ചാൽ അതിസാധാരണയായ പെൺകുട്ടിയാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ച് കണ്ണൻ്റെ ഈ പ്രണയം അത് വളരെ ദിവ്യത്വമുള്ളതാണ്, വളരെ വേറിട്ട ഒന്നാണ്, വളരെ സ്പെഷ്യലാണ്. ഭൂമിയിൽ ആർക്കും ആരെയും ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല, ആർക്കും ഇതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയില്ല, കണ്ണനെ തന്നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെയുള്ള കണ്ണൻ്റെ സ്നേഹം സാധാരണയായ വെറുമൊരു പെൺകുട്ടിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയാനാണ് കണ്ണ? മേ ബാവ്ലി ഹൂം, അതന്വേഷിച്ച് നടക്കുന്ന ഞാനാണ് പൊട്ടി എന്ന് രാധ പറയുന്നു. മേ ബാവ്ലി ഹൂം തുമാരെ പീച്ചെ, നിന്റെ പിന്നാലെ സാധാരണ ഭാഷ ഭി ഫുൽ ഗയി ഹൂം, ഇതിൻ്റെയൊക്കെ സാധാരണ ഭാഷ പോലും മനസ്സിലാക്കാതെ, സാധാരണ അർത്ഥം പോലും മനസ്സിലാക്കാതെ, എന്താണ് നീ ഉദ്ദേശിച്ചതെന്ന് പോലും മനസ്സിലാക്കാതെ, മേ ശ്യാം ലേലോ പുകാർത്തി ഹുയി ഹാട്ട് ബാട്ട് മേ നഗർ ഡഗർ മേ അപ്നി ഹസി കരാത്തി ഘൂമത്തി ഹൂം. ശ്യാം ലേലോ, കണ്ണ എൻ്റെ പ്രണയം നീ സ്വീകരിക്കൂ എന്നാണ്. ശ്യാമവർണ്ണനാണല്ലോ കണ്ണൻ. കണ്ണ, ആ കണ്ണൻ്റെ നിറമാണ് ശ്യാമവർണ്ണം, കറുത്ത നിറം എന്നുള്ളതാണ്. അപ്പോൾ ശ്യാം ലേലോ, മേരാ പ്രണയ ലേലോ, എൻ്റെ പ്രണയം നീ സ്വീകരിക്കൂ, എൻ്റെ പ്രണയം നീ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് നിൻ്റെ പിന്നാലെ നടക്കുകയാണ് ഈ ഞാൻ എന്ന് രാധ പറയുന്നു. എങ്ങനെയാണ് രാധ നടക്കുന്നത്? ഇസ് ഹദ് തക് ഫുൽ ഗയി ഹും, അവള് മര്യാദ സബ് ഫുൽ ഗയേ ഹേ, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് രാധയ്ക്ക് ചിന്തയില്ല, ഗ്രാമവാസികൾ എന്ത് ചിന്തിക്കും എന്ന് അവൾ ചിന്തിക്കുന്നില്ല, എന്നെക്കുറിച്ച് എൻ്റെ വീട്ടുകാരെന്ത് ചിന്തിക്കുമെന്ന് രാധയ്ക്ക് ഒരു ബോധവുമില്ല. അവള് വെറുമൊരു സാധാരണ പെൺകുട്ടിയാണ്. അവള് കണ്ണൻ്റെ ഇത്രയും അലൗകികമായ ദിവ്യമായ പ്രണയത്തെ, അതിൻ്റെ സമ്പൂർണമായ അർത്ഥത്തെ മനസ്സിലാക്കാതെ കണ്ണനോട് പറഞ്ഞുകൊണ്ട് അലഞ്ഞു തിരിയാണ്, എൻ്റെ പ്രണയത്തെ സ്വീകരിക്കൂ, ശ്യാം ലേലോ, മേരാ പ്രണയ ലേലോ എന്നാണ്. കണ്ണ, എൻ്റെ പ്രണയം നീ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് പുകാർത്തി ഹുയി ഹാട്ട് ബാട്ടുമേം നഗർ ഡഗരുമേം അപ്നി ഹസി ഘരാത്തി ഘൂംതി ഹെ. മറ്റുള്ളവർ ഇതൊക്കെ കണ്ടെന്നെ പരിഹസിക്കുന്നുണ്ട് കണ്ണ. ദൂസരെ മേരാ ഹസി ഉഡാത്തെ ഹെ, ഹസി ഉഡാനാന്ന് പറഞ്ഞാൽ എന്നെ പരിഹസിക്കുക, പരിഹസിച്ചുകൊണ്ട് മേ ഘൂംതി ഹൂം, ഞാനിങ്ങനെ കറങ്ങി നടക്കുകയാണ് കണ്ണനെയും അന്വേഷിച്ച്, കണ്ണൻ്റെ പ്രണയം യാചിച്ച്, മേരാ പ്രണയ ലേലോ, എൻ്റെ പ്രണയം സ്വീകരിക്കൂ കണ്ണ എന്ന് പറഞ്ഞ് ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എവിടെയൊക്കെ നടക്കുകയാണ്? ഹാട്ട് ബാട്ടുമേം, ഹാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റാണ്, ചന്തയിലും, അതുപോലെ തന്നെ നഗർ ഡഗരുമേം, നഗരം മുഴുവനും, അതുപോലെ ഡഗര് ഓരോ വഴിയോരങ്ങളിലും. ഡഗർ റോഡാണ് അർത്ഥം, ഡഗറിൻ്റെ വേർഡ് മീനിങ് റോഡാണ്. ഹാട്ട് ബാട്ട് എന്ന് പറയുന്ന മാർക്കറ്റ് പ്ലേസ് ആണ്. അപ്പോൾ ആൾക്കാർ കൂടുന്ന കവലകളിൽ, ചന്തയിൽ, മാർക്കറ്റിൽ, അതുപോലെ നഗരത്തിൻ്റെ ഓരോ കോണുകളിലും തെരുവോരങ്ങളിലെല്ലാം മേരാ പ്രണയ ലേലോ, എൻ്റെ പ്രണയം സ്വീകരിക്കൂ, നീ എവിടെയാണ് കണ്ണ, എൻ്റെ പ്രണയം വിട്ട് നീ എവിടെ പോയി എന്ന് പറഞ്ഞ് ചോദിച്ച് ഞാനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അതായത് കണ്ണൻ്റെ പ്രണയം, അതിൻ്റെ അർത്ഥം പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എനിക്കിങ്ങനെ അലഞ്ഞു തിരിയേണ്ടി വരില്ലായിരുന്നു. അത് മനസ്സിലാക്കാനുള്ള ബോധമുള്ള പെൺകുട്ടിയല്ല ഞാൻ. മേ അതിസാധാരണ ഹൂം, ഞാൻ വളരെ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയാണ്. കണ്ണൻ്റെ ഈ അലൗകികമായ, യുണീക്കായ, അല്ലെങ്കിൽ ആർക്കും വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ആ പ്രണയത്തെ, അദ്വിതീയമായ പ്രണയത്തെ മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോയി എനിക്ക് എന്ന് രാധ പറയുന്നു. മേ ബഹുത്ത് ബാവരി ഹൂം, ഞാനൊരു പൊട്ടി പെണ്ണല്ലേ. തുമാരെ പീച്ചെ, നിന്റെ പിന്നാലെ നടപ്പാണ്. സാധാരണ ഭാഷ ഭി ഭൂൽ ഗയി ഹൂം, പ്രണയത്തിൻ്റെ സാമാന്യമായ അർത്ഥം പോലും എളുപ്പം മനസ്സിലാകാവുന്ന ആളല്ല ഞാൻ. ഞാൻ എന്താ ചെയ്യുന്നത്? തുമാരെ പ്രണയ ഉസ്കി ഭിക്ഷ മാങ്ങത്തെ ഹുയെ, നിന്റെ പ്രണയം യാചിച്ചുകൊണ്ട്, എൻ്റെ പ്രണയം സ്വീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, ശ്യാം മേരാ പ്രണയ ലേലോ, കണ്ണ എൻ്റെ പ്രണയം സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് മേ സബ് കഹീം ഘൂംതി രഹത്തി ഹൂം, ഞാൻ എല്ലായിടവും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. तो दूसरे लोग मेरी मजाक उड़ाते हैं, जो लोग हाट बाट में खड़े हैं, नगर डगर में खड़े हैं. ഈ തെരുവോരങ്ങളിലും വഴിയരികിലും നഗരം മുഴുവനും അതുപോലെ മാർക്കറ്റിലുമൊക്കെ നിൽക്കുന്ന ആൾക്കാർ എന്നെ കണ്ട് ഹസി ഉഡാത്തെ ഹെ, എന്നെ പരിഹസിക്കുകയാണ്. കണ്ണൻ്റെ പിന്നാലെ ഒരു പണിയില്ലാതെ ഇവളിങ്ങനെ നടക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ എന്നെ പരിഹസിക്കുകയാണ്. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാതെ നിന്റെ പ്രണയം യാചിച്ച് ശ്യാം മേരാ പ്രണയ ലേലോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ പിന്നാലെ നടപ്പാണ്. ദൂസരെ ലോഗ് മേരി ഹസി കർത്തെ ഹെ, മസാഖ് ഉഡാത്തെ ഹെ, എന്നെ മറ്റുള്ളവർ പരിഹസിക്കുന്നുണ്ട് കണ്ണ. फिर भी अपनी मांग पर आम के बौर की लिपि में लिखी भाषा का ठीक अर्थ नहीं समझ पाई, तो इसमें मेरा क्या दोष मेरे लीला बंधु. फिर भी मैं अपनी मांग पर, अपनी मांग എന്ന് പറയുമ്പോൾ എൻ്റെ നെറുകയിൽ, फिर भी मैं अपनी मांग पर
आम के बौर की लिपि में लिखी भाषा का ठीक ठीक अर्थ नहीं समझ पाई तो इसमें मेरा क्या दोष मेरे ലീലാ ബന്ധു. ഹേ മേരെ ലീലാ ബന്ധു, എൻ്റെ പ്രണയ ലീലകളിൽ എൻ്റെ കൂട്ടുകാരനായവനെ എന്നാണ് വിളിക്കുന്നത് ലീലാ ബന്ധു എന്ന് പറയുന്നത്. അപ്നി മാങ്ക് പർ, എൻ്റെ നെറുകയിൽ, ആം കെ ബൗർ കി ലിപി മേം ലിഖി ഭാഷ, ഈ മാമ്പൂക്കൾ കൊണ്ട്, ആം കെ ബൗർ സെ തൂനെ ഉസ്കി ലിപി മേം, അതിൻ്റെ ലിപികളിൽ നീ എഴുതിയ ആ ഒരു ഭാഷ, ഉസ്കാ ठीक ठाक अर्थ मैं नहीं समझ पाई, എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. നീ എന്താണ് ഈ സിന്ദൂര രേഖ കൊണ്ട് അല്ലെങ്കിൽ മാമ്പൂക്കൾ കൊണ്ട് നീ എൻ്റെ നെറുകയിൽ ചാർത്തി തന്ന എൻ്റെ സീമന്ത രേഖ കൊണ്ട് നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. തോ ഇസ്മേ മേരാ ക്യാ ദോഷ് മേരെ ബന്ധു, ഞാനൊരു സാധാരണ പെൺകുട്ടിയല്ലേ, നിന്നെപ്പോലെ അലൗകികമായ ശക്തിയൊന്നുമുള്ള ആളല്ല, ഞാൻ ദൈവവുമല്ല, ഞാനൊരു സാധാരണ പെൺകുട്ടിയാണ്. ഇസ്മേ മേരാ ക്യാ ദോഷ് ഹെ, അതിലെന്താണ് എൻ്റെ തെറ്റ്, ഞാൻ നിന്നെ നീ ഉദ്ദേശിച്ചത് മനസ്സിലാക്കാതെ പോയെങ്കിൽ ഉസ്മേ മേരാ ക്യാ ദോഷ് ഹെ, അതിൽ എന്നെ എങ്ങനെ നിനക്ക് കുറ്റം പറയാനാകും കണ്ണാ. ഉസ്കാ ठीक ठाक अर्थ में नहीं समझ पाई, അതിൻ്റെ അർത്ഥം ठीक ठाक എന്ന് പറഞ്ഞാൽ ശരിയായ വിധത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം മേക്ക് സാധാരണ സി ലടുക്കി ഹൂം ബാവരി ലടുക്കി ഹൂം, അല്ലേ, ഒരു ബുദ്ധി ഉറയ്ക്കാത്തൊരു പൊട്ടി പെണ്ണാണ് ഞാൻ. എനിക്ക് എങ്ങനെയാണ് പ്രണയത്തിൻ്റെ സാധാരണ അർത്ഥം പോലും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത എനിക്ക് നിൻ്റെ ഈ സയൻസ് എങ്ങനെയൊക്കെയാണ് പൂർണ്ണമായും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുക. ഉസ്മേ മേരാ ക്യാ ദോഷ് ഹെ, അതിൽ എൻ്റെ തെറ്റെന്താണ് കണ്ണാ. ആജ് ഇസ് നിഭൃത് ഏകാന്ത് മേ തുംസെ ദൂർ പടി ഹൂം और तुम क्या जानो कैसे मेरे सारे जिस्म में आम के बोर टीस रहे हैं और उनकी अजीब सी तुर्श महक तुम्हारा अजीब सा प्यार है जो संपूर्णतः बांध कर भी संपूर्णतः मुक्त छोड़ देता है. अर्थात आज इस निभृत एकांत में मैं तुमसे दूर खड़ी हूँ. आज तुम और मैं दो दिशाओं पर है, हम दोनों एक दूसरे से अलग है. അപ്പോൾ ഞാൻ വിരഹവേദന അനുഭവിക്കുന്ന അവസ്ഥയിലാണ്. मैं एकांत में घड़ी हूँ, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഇസ് നിഭൃത ഏകാന്ത്, നിഭൃതം എന്ന് പറഞ്ഞ വാക്ക് നേരത്തെ വന്നിട്ടുണ്ട്. ചിപ്പാ ഹുവ അല്ലെങ്കിൽ ഗോപനീയ, ഗുപ്ത് എന്നൊക്കെയാണ് അർത്ഥം. രഹസ്യമയമായ, ആരുമില്ലാത്ത, നിഗൂഢമായ. ഈ നിഗൂഢമായ ഏകാന്തതയിൽ मैं तुमसे दूर पड़ी हूँ, ഞാൻ നിന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. और तुम क्या जानो, നിനക്കറിയാമോ ഇപ്പോഴുള്ള എൻ്റെ അവസ്ഥ എന്താണെന്ന്. ഇതേപോലെ എൻ്റെ നെറുകയിൽ മാമ്പൂക്കൾ കൊണ്ട് എന്നെ വിവാഹിതയാക്കി നീ പോയി, എൻ്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തി എന്ന് സങ്കല്പിച്ച് ഈ മാമ്പൂക്കൾ കൊഴിച്ച് നീ പോയി. और तुम जानते हो मेरी हालत क्या है, ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയാമോ. तुम क्या जानो, നിനക്കറിയാമോ. कैसे मेरे सारे जिस्म में आम के बौर टीस रहे हैं, ഈ മാമ്പൂക്കൾ എൻ്റെ ശരീരം മുഴുവനും ടീസ് രഹേ ഹേ, എന്നെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ കൊഴിച്ചു പോയ മാമ്പൂക്കൾ എൻ്റെ ശരീരം മുഴുവനും ടീസ് രഹേ ഹേ, എന്നെ കുത്തി നോവിക്കുകയാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ നമുക്ക് ഏകദേശം അറിയാം. കാരണം രാധ അനുഭവിക്കുന്ന ആ വിരഹമാണ്. കാത്തിരുന്ന് രാധയെ കാണാതെ ആ സങ്കടത്തിൽ കണ്ണൻ കൊഴിച്ചു പോയ മാമ്പൂക്കളാണ്. ഇപ്പോൾ അവിടെ കണ്ണനില്ല. കണ്ണൻ്റെ സങ്കടം വ്യക്തമാവുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആ പ്രണയം പ്രകടിപ്പിക്കാൻ എന്നവണ്ണം കണ്ണൻ ചാർത്തിപ്പോയ മാമ്പൂക്കൾ, കൊഴിച്ചു പോയ മാമ്പൂക്കൾ മാത്രമേ അവിടെയുള്ളൂ. അപ്പോൾ ആ പൂക്കൾ കാണുമ്പോൾ രാധയ്ക്ക് ഉണ്ടാകുന്ന ആ സങ്കടമാണ് അവിടെ പറയുന്നത്. മുझे ബാർ ബാർ ടീസ് രഹേ ഹേ മേരെ ജിസ്മു കോ, എൻ്റെ ജിസ്മ ശരീരമാണ്, എൻ്റെ ശരീരത്തിൽ ഈ മാമ്പൂക്കൾ തറഞ്ഞു കയറുകയാണ്, എൻ്റെ മനസ്സിനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആംഗെ ബോർ ടീസ് രഹേ ഹേ और उनकी अजीब सी तुर्श महक, അതിൻ്റെ ഒരു മഹക്കുണ്ടല്ലോ, മഹക്ക് എന്ന് പറയുന്ന ഗന്ധമാണ്. എങ്ങനെയുള്ള ഗന്ധമാണ്. തുർഷീല ഹേ, തുർഷീല എന്ന് പറയുന്നത് ആ ഖട്ടാപ്പനാണ്, വളരെ പുളിയുള്ള ഗന്ധം. അജീബ് സി ഹേ, വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ആ പുളിയുള്ള അതിൻ്റെ ആ ഗന്ധം. തുമാര അജീബ് സാ പ്യാർ ഹേ, നിൻ്റെ വിചിത്രമായ പ്രണയം പോലെയാണ് ആ മാമ്പൂക്കളുടെ ഗന്ധവും. जो संपूर्णतः बांध कर भी संपूर्णतः मुक्त जोड़ देता है. കണ്ണൻ്റെ പ്രണയത്തിൻ്റെ പ്രത്യേകതയായിട്ട് രാധ പറയുന്നത് അതാണ്. वो संपूर्णतः बांधती है लेकिन संपूर्णतः मुक्त छोड़ देता है. അതായത് ഈ കവിതയിൽ ആദ്യം മുതലേ റിപ്പീറ്റ് ചെയ്ത് വരുന്ന രണ്ട് വരികളാണിത്. സമ്പൂർണതഃ ബാന്ധ് കർ ബി സമ്പൂർണതഃ മുക്ത് ജോഡ് ദേത്താ എന്ന് പറയുന്ന ആ വരികൾ. അത് കൃത്യമായി നമ്മൾ ഓർത്ത് വെക്കണം. പലയിടത്ത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് കൊണ്ടാണ് ആ രണ്ട് വരികളുടെ ആശയം. ജോ സമ്പൂർണതഃ ബാന്ധ് കർ ബി സമ്പൂർണതഃ മുക്ത് ജോഡ് ദേത്താ ഹെ വഹി കൃഷ്ണ കാ പ്രണയ ഹെ. കണ്ണൻ്റെ പ്രണയത്തിൻ്റെ പ്രത്യേകതയായി രാധ പറയുന്നത് ഇതാണ്. എന്താണ്? സമ്പൂർണമായും ബാന്ധ് ദേത്താ ഹെ, നമ്മളെ പിടിച്ചു നിർത്തും, പിടിച്ചു വയ്ക്കും. സമ്പൂർണമായും നമ്മളെ അങ്ങ് പിടിച്ചടക്കും. എന്നിട്ട്
മുക്ത് ജോഡ് ദേത്താ ഹെ, എന്നിട്ട് വിട്ടുകളയും. കണ്ണൻ്റെ പ്രണയം അങ്ങനെയാണ്. അതായത് കണ്ണൻ്റെ ആ ഒരു വശീകരണ വലയത്തിലേക്ക് എന്നെ കണ്ണൻ ആവാഹിച്ച് നിർത്തും. എന്നിട്ടിപ്പോൾ കണ്ണൻ എവിടെ പോയി? മുझे छोड़कर कहीं चला गया है, എന്നെ വിട്ടിട്ട് എവിടെയോ പോയി. അതായത് കണ്ണൻ ആ എന്താ പറയുക വേണൂതി രാധയെ അത്രയും എന്താ പറയുക നിർബന്ധിച്ച് വിളിച്ച് വരുത്തി അവൾക്ക് അവിടെ എത്താൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാക്കി അവൾ അവിടെ ഓടി വന്നപ്പോൾ അവിടെ കണ്ണനില്ല. അത് ഒരിക്കലല്ല പലതവണയും കണ്ണൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് രാധ പറയുന്നത്. അതായത് അവൾ എന്തെങ്കിലും തിരക്കുകളിലൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും കണ്ണൻ്റെ വേണു ഊതൽ കേട്ട് കഴിഞ്ഞാൽ രാധയ്ക്ക് വരാതിരിക്കാൻ കഴിയില്ല. വീട്ടുജോലികളെല്ലാം ഉപേക്ഷിച്ച് രാധ മറ്റു മാർഗമില്ലാതെ കണ്ണനെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഓടി കണ്ണൻ്റെ അടുത്ത് വരും. പക്ഷെ വരുമ്പോൾ എന്താ ചെയ്യുക? കണ്ണൻ നിർബന്ധിച്ച് രാധ ആ പ്രണയത്തിൽ സമ്പൂർണ്ണമായും മുങ്ങും. കണ്ണനല്ലാതെ എനിക്കിനി മറ്റൊരു ലോകമില്ലെന്നൊരവസ്ഥയിലേക്ക് രാധയെ കൊണ്ടെത്തിക്കും. ആ സമയത്ത് കണ്ണൻ പറയും വാപ്പസ് ഘർ ചലേ ജാവോ, തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറയും. അപ്പോൾ രാധയുടെ സ്ഥിരമായുള്ളൊരു പരാതി അതാണ്. അതായത് മുझे സമ്പൂർണ്ണത ബാന്ധ് ലേത്താ ഹെ, കണ്ണൻ്റെ പ്രണയത്തിലേക്ക് എന്നെ പൂർണ്ണമായും വലിച്ചു കൊണ്ടുവരും. ബാന്ധ് ദേത്താ ഹെ, എന്നെ ആ പ്രണയത്തിൽ കെട്ടിയിടും. എന്നിട്ട് മുക്ത് ജോഡ് ദേത്താ ഹെ, എന്നിട്ട് പൂർണ്ണമായും മുझे ജോഡ് ദേത്താ ഹെ കहीं ചലാ ജാത്താ ഹെ, എന്നിട്ട് ഞാനിങ്ങനെ ആ പ്രണയത്തിൻ്റെ ലഹരിയിൽ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ മുझे ചോടുക്കർ കहीं ചലാ ജാത്താ ഹെ സമ്പൂർണ്ണത, എന്നെ വിട്ടിട്ട് സമ്പൂർണ്ണമായും വിട്ടിട്ട് അല്ലേ പൂർണ്ണരൂപ് സെ ജോടുക്കർ കहीं ചലാ ഗയാ ഹെ. അപ്പോൾ കണ്ണൻ ഇല്ലാതെ വയ്യ എന്ന അവസ്ഥയിൽ രാധ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രാധയെ ഉപേക്ഷിച്ചിട്ട് കണ്ണൻ എങ്ങോട്ടോ പോയിരിക്കുന്നു, ഇതെവിടെ പോയി എന്നുള്ളതാണ് രാധ കണ്ണനോട് ചോദിക്കുന്നത്. അതിപ്പോൾ കണ്ണൻ്റെ പ്രണയത്തിൻ്റെ പ്രത്യേകതയായിട്ട് രാധ പറയുന്നത് ഈ രണ്ട് വരികൾ പലയിടത്തും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് കണ്ണൻ്റെ പ്രണയത്തിലേക്ക് രാധയെ ആവാഹിച്ചു കൊണ്ടുവന്നിട്ട് രാധ സമ്പൂർണ്ണമായും കണ്ണൻ മാത്രമുള്ള ആ ലോകത്തിൽ രാധ സമ്പൂർണ്ണമായും മുഴുകി നിൽക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ രാധയെ കണ്ണൻ തിരിച്ച് പറഞ്ഞയക്കുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്കാക്കി എങ്ങോട്ടെങ്കിലും പോയി കളയുന്നു. അതാണ് ആ രണ്ട് വരികൾ. സമ്പൂർണ്ണത ബാന്ധ് കർ ഭി, അപ്പോൾ ആ പ്രണയത്തിൽ കെട്ടിയിട്ടേക്കാണ്. ഇപ്പോൾ ഈ ആ മാമ്പൂക്കൾ കൊഴിച്ചു പോയതുപോലും അതുകൊണ്ടാണെന്നാണ് രാധ പറയുന്നത്. അതായത് ആ മാമ്പൂക്കൾ ഉപേക്ഷിച്ച് പോയത് എൻ്റെ മനസ്സിനെ ഇനി ഇങ്ങനെ കുത്തി നോവിച്ചു കൊണ്ടേയിരിക്കും. കണ്ണൻ പോയല്ലോ, സങ്കടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ കണ്ണൻ അവിടെ എങ്ങാനും ഉണ്ടോ? കണ്ണനില്ല, കണ്ണൻ പോയി കഴിഞ്ഞു. അപ്പോൾ ആ വരികൾ അതാണ് ഉദ്ദേശിക്കുന്നത്. മുझे സമ്പൂർണ്ണത ബാന്ധ് കർ ഭി സമ്പൂർണ്ണത ചോട് ദേത്താ ഹെ. ഇപ്പോൾ രാധയുടെ അവസ്ഥ എന്താണ്? ഞാൻ ഒരു വിവാഹിതയായ പെൺകുട്ടിയാണ്, കണ്ണൻ എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നു, എൻ്റെ നെറുകയിൽ കണ്ണൻ സിന്ദൂരം ചാർത്തിയിരിക്കുന്നു, അതിനുശേഷം എൻ്റെ മുഖത്തേക്ക് എൻ്റെ ദുപ്പട്ടയുടെ എൻ്റെ ധാവണിയുടെ ഷോള് വലിച്ചിടാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. അതായത് ഒരു നവവധുവിൻ്റെ എല്ലാ അവസ്ഥയിലും എന്നെ കൊണ്ടെത്തിച്ചിട്ട് വിവാഹിത എന്ന ഒരു അവസ്ഥയിൽ, കുമാരീസേ വിവാഹിത അല്ലേ, കുമാരി എന്നുള്ള അവസ്ഥയിൽ നിന്ന് വിവാഹിത എന്ന അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചിട്ട് കണ്ണൻ ചലാ ഹെ, കണ്ണൻ പൊയ്ക്കളഞ്ഞു. ഇതാണ് രാധയുടെ പരാതി. ചോട് ക്യോം ദേത്താ ഹി പ്രിയ, ക്യാ ഹർ ബാർ ഈസ് ദർദ് കെ നയെ അർത്ഥ സമജ്നെ കെ ലിയേ, എന്തിനാണ് കണ്ണ എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചു പോകുന്നത്? ചോട് ക്യോം ദേത്താ ഹി പ്രിയ, ഇങ്ങനെ എന്നെ ആ പ്രണയത്തിൽ സമ്പൂർണ്ണമായും മുക്കി നിർത്തിയിട്ട് അല്ലേ, ആ പ്രണയത്തിൻ്റെ ലഹരിയിൽ സമ്പൂർണ്ണമായും ഞാൻ മുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ മുझे ക്യോം ജോഡ് കർ ചലേ ജാത്തേ ഹോ, എന്നെ ഇങ്ങനെ വിട്ടിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് കണ്ണ? ക്യാ ഹർ ബാർ, ഓരോ തവണയും ഇസ് ദർദ് കെ നയെ അർത്ഥക്കോ സമജ്നെ കെ ലിയേ, ഈ പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൽ നിന്നുണ്ടാകുന്ന വിരഹത്തിൻ്റെ ആ വേദന ഞാൻ എപ്പോഴും അറിയണം എന്ന് കരുതിയിട്ടാണോ നീ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യുന്നത് എന്ന് രാധ ചോദിക്കുന്നു. ഹർ ബാർ, ഓരോ തവണയും ഇസ് ദർദ് കെ നയെ അർത്ഥ സമജ്നെ കെ ലിയേ, ആ പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൽ നിന്നുതിരുന്ന വിരഹത്തിൻ്റെ ഓരോരോ മേഖലകളെയും, അതാണ് ഉസ്കെ നയനേ അർത്ഥ്, പുതിയ പുതിയ അർത്ഥങ്ങൾ ഞാൻ തേടി കണ്ടെത്തട്ടെ എന്നാണോ? വിരഹത്തിൻ്റെ പല വഴികളെയും പല അവസ്ഥാന്തരങ്ങളെയും ഞാൻ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണോ ഓരോ തവണയും ഇങ്ങനെ നീ മുझे ദുഃഖി ബനാക്കർ ഇസ് പ്രണയ കെ അല്ലെങ്കിൽ വിരഹ കെ ദർദ് കോ ദേക്കർ മുझे ऐसा अकेला जोड़कर चले जाते हो എന്ന് രാധ കണ്ണനോട് ചോദിക്കുകയാണ്. ക്യോം മുझे जोड़ देता है പ്രിയ, കണ്ണാ നീ എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നത് എന്തുകൊണ്ടാണ്? ഹർ ബാർ ऐसा क्यों करता है, ഓരോ തവണയും നീ ഇങ്ങനെ എന്തിനു ചെയ്യുന്നു? ഇസ് ദർദ് കെ നയെ അർത്ഥ കോ സമജ്നെ കെ ലിയേ ഹെ ക്യാ, ഈ വിരഹത്തിൻ്റെ വേദന ദർദ്, ആ വേദനയെ ഉസ്കെ നയെ അർത്ഥക്കോ, അതിൻ്റെ പുതിയ പുതിയ അർത്ഥതലങ്ങളെ ഞാൻ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണോ? അപ്പോൾ ഈ വരികളിൽ രാധ പറയുന്നതാണ് എന്താണ്? ആദ്യം മുതൽ പറഞ്ഞാൽ തുമാരേ ഇസ് അലൗകിക് പ്യാർ കി ഭാഷ സമജ് പാന മേരെ ലിയേ സംഭവ് നഹി ഹെ. രാധ ആദ്യം പറയുന്ന വരികൾ ഇതാണ്. നിൻ്റെ ഈ അലൗകികമായ പ്രണയം, ഒരു സാധാരണ പെൺകുട്ടിയായ ലൗകിക ജീവിതം നയിക്കുന്ന സാധാരണ പെൺകുട്ടിയായ എനിക്ക് നിൻ്റെ ഈ അലൗകികമായ പ്രണയം മനസ്സിലാക്കാൻ ഉസ്കി ഭാഷാക്കോ സമജ്ന ആസാൻ നഹി ഹെ, അതിൻ്റെ ഭാഷ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എളുപ്പമല്ല. അഗർ മേ ഉസെ സമജ് പാത്തി
तो मैं तुम्हारे प्यार में पागल होकर अपने तन मन की सुध खोकर मैं ऐसा नहीं रहती. ആ ഭാഷ പൂർണ്ണമായും മനസ്സിലാക്കാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ തുമാരെ പ്യാർ മേ പാഗൽ ഹോക്കർ, നിന്റെ പ്രണയത്തിൽ ഒരു ഭ്രാന്തിയെ പോലെ, പ്രണയത്തിൽ മുങ്ങി ഒരു ഭ്രാന്തിയെ പോലെ അപ്നെ തനുക്കോ ഭൂൽക്കർ അപ്നെ മനുക്കോ ഭൂൽക്കർ, അല്ലേ, ശരീരത്തെയും മനസ്സിനെയും ഒക്കെ മറന്ന് സുധ് ഹോക്കർ, സുധി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയാണ്, ബോധം നശിപ്പിച്ച്, സുധ് ഹോക്കർ ബോധം നശിപ്പിച്ച്, ബോധം പോലും ഇല്ലാതെ, ശരീർക്കോ ഫൂൽക്കർ മനുക്കോ ഫൂൽക്കർ സുധിക്കോ ഫൂൽക്കർ, അല്ലേ, ബോധം പോലും ഇല്ലാതെ, ശ്യാം മേരെ പ്രണയ്ക്കോ ലേലോ, ശ്യാം മേരെ പ്രണയ്ക്കോ ലേലോ, ഏസാ പുകാർത്തെ ഹുയേ ഏസെ ഘൂംത്തെ നഹീം ഭിർത്തി, അങ്ങനെ വിളിച്ചുകൊണ്ട് പ്രണയം, എൻ്റെ പ്രണയം സ്വീകരിക്കൂ കണ്ണ, എൻ്റെ പ്രണയം സ്വീകരിക്കൂ കണ്ണ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അലഞ്ഞു തിരിയില്ലല്ലോ. അപ്പോൾ നീ എന്നെ എത്രമേൽ സ്നേഹിക്കുന്നുവെന്ന്, നിന്റെ പ്രണയം വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്ത വെറും ഒരു പൊട്ടിപ്പെണ്ണല്ലേ ഞാൻ. और लोग मेरी हंसी उड़ाते हैं, व्रज के हाट बाट में नगर डगर में सब लोग मेरी हंसी उड़ाते हैं. ആൾക്കാർ എന്നെ നോക്കി പരിഹസിച്ച് ചിരിക്കുകയാണ്. പോകുന്ന കവലകളിലും വഴിയോരത്തുമൊക്കെ ആൾക്കാർ എന്നെ നോക്കി ചിരിക്കുകയാണ്. अतः तुम्हारे इस आम्र बौर के गूढ़ अर्थ को समझ पाने में मेरे कोई दोष नहीं है. അപ്പോൾ എൻ്റെ പ്രണയം ഇങ്ങനെയൊക്കെയാണ് കണ്ണ, കാരണം ഞാനൊരു സാധാരണക്കാരിയായ പൊട്ടിപ്പെണ്ണാണ്. അപ്പോൾ ആൾക്കാർ കാണുകെ ആൾക്കാർ ചിരിക്കാനിടയാക്കിക്കൊണ്ട് ഞാനിങ്ങനെ അലഞ്ഞു തിരിയുന്നത് നീ കാണുന്നില്ലേ? മേരാ ക്യാ ദോഷ ഹേ, നിന്റെ പ്രണയം മനസ്സിലാകാതെ പോകുന്നതിൽ എൻ്റെ തെറ്റെന്താണ്? നിൻ്റേതൊരു അലൗകിക പ്രണയമാണ്, പക്ഷെ ഞാൻ ഒരു സാധാരണ പെൺകുട്ടിയാണ്. ക്യോങ്കി തുമാരാ പ്രേം ഹി അലഗ് തരഹ കാ ഹെ, നിൻ്റെ പ്രണയം വളരെ വ്യത്യസ്തമാണ്, വളരെ യുണീക്കായ ഒന്നാണ് നിൻ്റെ പ്രണയം. ഉസ്മയം ഏക്ക് പാർത്ഥക്യ ഹെ, മറ്റുള്ളവരിൽ നിന്നൊരു അൽഗാവ് ഹെ, വ്യത്യസ്തതയുള്ള പ്രണയമാണ് നിൻ്റേത്. ആ പ്രണയത്തിൻ്റെ പ്രത്യേകതയെ ഞാൻ ഇങ്ങനെ നിർവചിക്കും. എങ്ങനെയാണ്? ജോ സമ്പൂർണ്ണ ബാന്ധ് കർ ഭി സമ്പൂർണതാ മുക്ത് ജോഡ് ദേത്തി ഹെ, സമ്പൂർണതാ ബാന്ധ് കർ ഭി സമ്പൂർണതാ മുക്ത് ജോഡ് ദേത്തി ഹെ, और दर्द के नए अर्थ को समझाने के लिए ही तू ऐसा करता है. അതായത് ആ പ്രണയത്തിൽ എന്നെ സമ്പൂർണമായും മുക്കിയെടുത്ത ശേഷം, എന്നെ പ്രണയത്തിൽ സമ്പൂർണമായും കൊണ്ടുവന്ന ശേഷം, കണ്ണനില്ലാതെ വയ്യ എന്ന അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവന്ന ശേഷം, മുझे तुम छोड़कर चले जाते हो, എന്നെ വിട്ട് നീ എവിടേക്കോ അകന്നു പോവാണ്, ഞാൻ ഇനി മുഴുവൻ നീ നിന്റെ കാര്യം നോക്കിപ്പോയി, ഞാൻ എന്താ ചെയ്യാൻ? ഈ രാത് ദിൻ തുമാരി ചിന്താമേ വിരഹി ഹോക്കർ उसके अर्थ को समझने के लिए, उसके अर्थ को ढूंढने के लिए व्याकुल होकर बैठी रहती हूँ. രാവും പകലുമെന്നില്ലാതെ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ബോധത്തെയും ഒക്കെ മറന്ന് ആൾക്കാർ കാണുകെ മെരാ പ്രണയിലേലോ, എൻ്റെ പ്രണയം സ്വീകരിക്കൂ, നീ ഇതെവിടെ പോയി എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാം അലിഞ്ഞു തിരിഞ്ഞ് നടക്കും. അതുകൊണ്ട് ആൾക്കാർ ചിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാധാരണ പെൺകുട്ടിയുടെ പ്രണയമാണ് എൻ്റേത്. ബാവലി ലടുക്കി ഹൂം, ഒരു സാധാരണ പൊട്ടിപ്പെണ്ണാണ്. നിന്റെ അലൗകികമായ പ്രണയവും അതിൻ്റെ വലിയ വലിയ അർത്ഥങ്ങളും ഒക്കെ മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയൊന്നും എനിക്കില്ല കണ്ണ എന്നാണ് രാധ പറയുന്നത്. അപ്പോൾ ആമ്ര ബൗർ കാ അർത്ഥ് എന്ന് പറയുന്ന ആ ചാപ്റ്റർ ഇതോടുകൂടി കഴിയാണ്. അപ്പോൾ അതിൻ്റെ ആശയമാണ് രാധ നമ്മളോട് പറയുന്നതായിട്ട്, അല്ലേ? അപ്പോൾ കണ്ണനോട് പറയുന്നതായിട്ട് രാധ പറയുകയാണ്. കണ്ണനോട് നിന്റെ പ്രണയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ മാത്രമുള്ള ബോധമുള്ള പെൺകുട്ടിയല്ല ഞാൻ എന്ന് രാധ കണ്ണനോട് പറയുന്നു.